അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഫാദ ഹദീസ് ക്ലാസ് 161. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ മക്ക മദീനത്തുള്ള ധാരാളം ആസാറുടെ പറ്റി ചെറിയ രൂപത്തിൽ അധ്യയനാക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് അൽഹംദുലില്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തെപ്പറ്റി എത്ര ചെന്നെങ്കും നമുക്കത് തീരില്ല. അത്രയും ധാരാള ചരിത്ര മക്ക മദീനത്തിലുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുറ്റിട്ടുണ്ട്. അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന ചൊല്ലൊരു കിതാബ് കിട്ടിയപ്പ സുബ്ഹാനല്ലാഹ്, മദീനത്തെ സൗന്ദര്യ ധാരാളം ആ കിതാബിലു അല്ലാമ സയ്യിദ് മുഹമ്മദ് കിബ്രീത്ത് അൽ ഹുസൈനി അൽ മദനി റഹിമഹുല്ലാ അയാളതിൽ വിശദീകരിക്കണം. ഹിജ്റ 1070 അദ്ദേഹം വഫാത്തായിട്ട് 300 ചില്ലാറ വർഷ മാത്ര ആയിടെ. 1048 ഹിജ്റ 1048 അയാൾ ആ കിതാബ് എഴുതി പൂർണ്ണാവിടെ. അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന, മദീനത്തെ സൗന്ദര്യ വിശദീകരിക്കലുള്ള വിലമതിച്ച മുത്തു രത്ന ചൊല്ല അർത്ഥത്തിലുള്ള ഏറ്റവും നല്ല കിതാബ്. അതിൽ ധാരാളം മഹാനവറുകൾ വിശദീകരിക്കുന്നത് 200 ചില്ലാറത്തോളം പേജുണ്ട്. മദീനത്തെ സൗന്ദര്യം എത്രയും വിശദീകരിച്ചെന്ന് തീരാത്തതാണ്. മദീനത്തെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ട് ചൊല്ലത്. അതുപോലെ മസ്ജിദുൻ നബവി മദീനത്തെ വലിയൊരു സൗന്ദര്യം. നിസ്കരിച്ചെങ്കിൽ ബാക്കി പള്ളിയിലുള്ള നിസ്കാരത്താറ്റി 1000 റക്കാത്ത് പ്രതിഫല യാറ കിട്ടത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളി. അതുപോലെ മദീനത്തെ പിന്നൊരു സൗന്ദര്യ റൗള ഷരീഫ്. റൗളത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിമ്പറിന്റെയും ഔത്രയും ഇടയിലുള്ള ജാഗ റൗള. ആ റൗളത്തിൽ പോയിട്ട് തെച്ചെങ്കിൽ സ്വർഗത്തെ തോട്ടത്തിൽ തെച്ച പോലെ. അതുപോലെ മദീനത്തെ പിന്നൊരു സൗന്ദര്യ ഹുജ്റത്തു ഷരീഫ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കിടന്നിട്ടുള്ളെങ്കത്ത പവിത്രമായ റൂം. അതും മദീനത്തെ കിരീട്ട ഏറ്റവും വലിയ സൗന്ദര്യ ആയിട്ടിക്കിട്. മൻസാറ ഖബരി വജബത്ത് ലഹു ഷഫാഅത്തി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നന്റെ ഖബർ സന്ദർശിച്ച ആളുകൾ നന്റെ ഷഫാഅത്ത് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിൽ. ആ ഖബർ നങ്ങ സന്ദർശിക്കുമ്പോൾ അവിടെ ഹുജ്റത്തിൽ എഴുതി വെച്ചിട്ട് യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ യഅ്ലുമുഹു തൂബ. മഹാനായ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്ന പോലെ വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അക്രമിച്ചെങ്കെട്ട ആൾമാർ അങ്ങ് ജാഊക നബിയെ നിങ്ങളെ മുട്ട പറഞ്ഞുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൽ പിന്നെയും അത് ബാധക്കായിട്ടിരിക്കും. പരിശുദ്ധ ഖുർആനാണ് ചൊന്നിട്ടുള്ളത്. സ്വയം ശരീരത്തിൽ അക്രമാക്കിയെങ്കെത്ത തപ്പാക്കിയെങ്കെത്ത ആൾമാർ തങ്ങളെ മുട്ട വന്നിട്ട് അള്ളാഹുടൊട്ടിക്ക് ഇസ്തിഗ്ഫാർ കേൾക്കണോ. നബി തങ്ങ അള്ളാഹുടൊട്ടിക്ക് അങ്കുബേനായിട്ട് ഇസ്തിഗ്ഫാർ കേട്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് ചെന്നിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ അള്ളാഹു തആല ചെന്നിട്ടുള്ള. ആറാബിയായ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിൽ വന്നിട്ട് നബിയെ ഞാൻ ചെമ്മ തപ്പാക്കിലെ നന്റെ ദോഷത്തെ ഇസ്തിഗ്ഫാർ ആക്കിയ രൂപത്തിൽ നിങ്ങളെ മുട്ട ഞാൻ ബന്നിരാൻ ചെന്നിട്ടു യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ യഅ്ലുമുഹു ചൊല്ലെ ആ ബൈത്ത് ആറാബിയായ ആള് പാടു. നീണ്ട ബൈത്ത് യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ യഅ്ലുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. ഓ കാച്ചുള്ള ഏറ്റവും പരിശുദ്ധമായ ജാഗൽ ദഫനായിട്ട് കിടക്കിടക്കത്ത നബിയെ, നിങ്ങളെ ആ കബറിലായിട്ട് എല്ലാ അഫാഫും എല്ലാവിധ സൗന്ദര്യവും എല്ലാവിധ നിഅമത്തുമുള്ള നിങ്ങളെ ആ ഹുജറലായിട്ടിക്കലും ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ട കിടക്കിടക്കത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സലാം ചൊല്ലു. അതരൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ സഹായ ചെയ്യക്കിടക്കത്തെ അറാബി അയാൾ തിരിച്ചു പോയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഉത്തബി റളിയല്ലാഹു അൻഹു അയാൾക്ക് കിനാവ് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽഹഖിൽ അറാബിയ
ആ വന്നിട്ട് ഇസ്തിഗാസ ആക്കി എനിക്ക് തയ്യാറാബിരൊട്ടിಗೆ നിങ്ങൾ പോയിട്ട് അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയാണെന്ന് ചൊല്ല സന്തോഷ വാർത്ത അറിയിക്കൊണ്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാൾക്ക് കിനാവുൽ കാട്ടർ. ബഹുമാനപ്പെട്ട ഇബ്നു കസീറും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങളെ കിതാബിൽ ഈ സംഭവം ഉദ്ധരിക്കാറ്. തപ്പാക്കിങ്കത്ത ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് ഇങ്ങനെ നബി തങ്ങളോടേക്ക് സഹായ കേൾക്കുന്നുണ്ട് ഇബ്നു കസീറും പരിപാട്ട്. അപ്പൊ ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുജ്റത്തു ഷരീഫ അത് മദീനത്തെ ഏറ്റവും വലിയ സൗന്ദര്യമായിട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദത്തെ മേലിൽ ഒരു ദ്വാര കാണുക സാധ്യമാവുള്ളൂ. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലത്ത് വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ മഴയില്ലാത്ത സമയത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുട്ട വന്നിട്ട് ആൾമാർ വേവലാതി ചെന്നപ്പ ആ സമസ്യ ചെന്നപ്പ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആൾമാരൊട്ടിಗೆ ചൊല്ലു ഉൻദുറു ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബർക്ക് നിങ്ങൾ നോക്കോറും ചെന്നിട്ടു ആ ഖബറിന്റെ മേൽ ഒരു ദ്വാര അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ മുട്ട വന്നിട്ട് അങ്ങ് അള്ളാഹുരൊട്ടിಗೆ മല കേട്ടപ്പ അവിടെ മല ഉണ്ടായെങ്കത്തെ സംഭവ ഈ കിതാബിൽ ഉദ്ധരിക്കട്. അതായിട്ടിക്കട് അവിടെ ഇന്ദുവും ആ കുബ്ബത്തെ മേലിൽ ദ്വാര കൊണ്ടുണ്ടാണ് ചെല്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ നോക്കിയിട്ട് അവിടെ പിന്നെ അങ്ങ് ദ്വാർന്നപ്പ മല കെട്ടിത്തിന്നൊരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്ത് വലിയ മഹത്വവും വലിയ സൗന്ദര്യമാണ് ഇമാമിങ്ങ പഠിപ്പാട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തെ മദീനത്ത് പോയപ്പോ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആറക്കട അള്ളാഹുവെ മക്ക നക്ക് ഏറ്റവും ശ്രേഷ്ഠമായ റായായിട്ടിൻത്ത് മദീനത്തെ നക്ക് ഏറ്റവും നീ പിർസാക്കുന്നു അതിരാട്ടി മക്കത്താട്ടി യാറ പിർസ നക്ക് മദീനത്തൊട്ടിಗೆ ಹಾಕೊಂಡು ചൊന്ന് ദുആറക്കട്. അങ്ങനെ നബി തങ്ങ മദീനത്ത് പോകുമ്പോൾ 500ഓളം അൻസാരികളായ സ്വഹാബിങ്ങ തൊലാൽ ബദറു അലൈന ചൊന്നിട്ട് സ്വീകരിക്കാറ്. അവിടെ കൊറിയ പെണ്ണുമക്ക ചെറിയ പെൺമക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബണ്ടത് കണ്ടിട്ട് നഹ്നു ജവാരിൻ മിൻ ബനിൻ നജ്ജാർ യാ ഹബ്ബദ മുഹമ്മദും മിൻ ജാർ ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച സംഭവം നമുക്ക് കിതാബിൽ കാണുക സാധ്യമാവും. മദീനത്തെ പിന്നൊരു സൗന്ദര്യമാണ് അൽ കുബ്ബത്തുൽ ഖദറ പച്ചക്കുബ്ബ. അത് ഏറ്റവും വലിയ പ്രൗഢിയോടെ ഇണ്ട് മദീനത്ത് നിലനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഖബർ ഷരീഫുടെ മേലുള്ളെങ്കത്തെ പച്ചക്കുബ്ബ അത് വലിയ ഹൈബത്തും വലിയ ബഹുമാനവും വലിയ ഖദറും ആ കുബ്ബത്ത് കൊണ്ട് അത് മദീനത്തെ ഏറ്റവും വലിയ സൗന്ദര്യമായിട്ടിരിക്കുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലുള്ള നബി തങ്ങളെ മെഹ്റാബ് അവിടെ നിൽക്കുന്നത് വലിയൊരു നിയമത്തായിട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ജാഗ. അതുപോലെ സുഫത്ത് ആൾക്കാർക്ക് അഹ്ലു സുഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശിച്ചുകൊണ്ടിരുന്നെങ്കത്തെ ജാഗ. അതുപോലെ പിന്നെയും പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ ആൾമാർക്ക് അതിഥി സത്കാരാക്കണക്കത്തെ ഏറ്റവും വലിയ സദ്ഗുണമുണ്ട്. അണ്ട് അൻസാരിക ഇന്നക്കത്തെ ഗുണ ഇണ്ടും മദീനത്തിൽ പോയെങ്കിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. മദീനത്തുള്ള അറബിമാർ സുബ്ഹാനല്ലാഹ് മദീനത്തെ പള്ളിയുടെ ഉൾഗ തെച്ചിന്നക്കത്തെ ആൾമാർക്ക് അങ്ക് തണ്ണിയും അങ്ക് വേന ഈത്തപ്പഴവും ബാക്കി ഫ്രൂട്ട്സും എല്ലാ സൗകര്യവും ആക്കി കൊടുക്കുന്നത് നമുക്ക് മദീനത്ത് കാണുക സാധ്യമാവുള്ളൂ. അവിടെ നോമ്പ് മുറിക്കുള്ള വ്യവസ്ഥ മദീനത്തെ അറബിമാർ ഇങ്ങനെ ആക്കി വെച്ചിട്ടിരിക്കാറ്. ചായ എല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ചായ കൊടുക്കണമെങ്കിൽ നല്ല ഏറ്റവും ഞങ്ങൾ ആ സദ്ഗുണ കാണുമ്പോമേ ബയർ നിറഞ്ഞു പോണ്ടു. ഞങ്ങൾ മദീനത്തെ പള്ളിയുടെ ഉൾഗ കടന്നപ്പ ഒരു അറബി അയാൾ ഞങ്ങളെ വിളിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ചായയും കാഫിയും ഈത്തപ്പഴവും നല്ല മുന്തി ഈത്തപ്പഴം തന്നിട്ട് ഞങ്ങളെ ആ മുഖവും ഞങ്ങളെ ആ ചിരിക്കയും ഞങ്ങളെ ആ പലക്കവും കണ്ടപ്പ ഉസാമ ചൊല്ല അറബി അൽഹംദുലില്ലാഹ് അങ്ങ മദീനത്തെ പണ്ടത്തെ ആ സ്വഭാവത്തെ ബക്കിയത്താണ് ഇന്നും മദീനത്തെ ആൾമാരൊട്ടിಗೆ കാണുക സാധ്യവിടെ. ആൾമാരൊട്ടി കയ്യിൽ കെട്ടിന്നെങ്കിൽ അതിരെയും പിടിച്ചിട്ട് അങ്ങ് ആൾമാർക്ക് സഹായാക്കുക ഹെൽപ്പാക്കുക ഇന്നും റെഡിയുള്ളാറ്. മൊത്തത്തിൽ മദീനത്ത് പോകുമ്പോൾ അവിടെ എനിക്കത്തെ സമാധാന ലോകത്തൊരു ജാഗയും പോകുമ്പോൾ നമുക്കാവുക സാധ്യത ഏറ്റവും നല്ല ശാന്തിയുടെ ഏറ്റവും നല്ല സമാധാനത്തെ ജാഗ. അവിടുത്തെ ആൾമാരുടെ മനസ്സിൽ വലിയ വിശാലത കൊണ്ട് അതിഥി സത്കാര അങ്ങ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കത്തെ വിഷയമായിട്ടിക്കത് ഞങ്ങളെ സദ്ഗുണ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബിങ്ങളെ ആ സ്വഭാവത്തെ ബക്കിയത്ത് ഇന്നും നമുക്ക് മദീനത്തിൽ കാണുക സാധ്യമാവും. അങ്ങനത്തെ ഒരു റായ ലോകത്തെവിടെയും കാണുക സാധ്യയില്ല. മഹാന്മാർ ചെന്ന പോലെ തയഖംതു അല്ലാ മൻസിലം ബഅദ ത്വയ്ബത്തിൻ യതീബു അല്ലാ ഇസ്സതൻ ബഅദ ഇസ്സത്തിൻ. നക്കുറപ്പുണ്ട് മദീനത്തെ പോലത്തെ ഒരു നാടില്ല. മദീനത്ത് കിട്ടണമെങ്കിൽ ഇസ്സത്ത് വേറെവിടെയും കിട്ടുക സാധ്യയില്ല. വമഖ്തസ്സ വഖ്തുൻ ദൂന വഖ്തിൻ ബിത്വയ്ബത്തിൻ ബിഹാ കുല്ലു ഔഖാതി മവാസിമു ലദ്ദത്തി.
മദീനത്തെ പോലെ മദീനത്തിൽ കിട്ടങ്കത്തെ ടൈമിടത്ര മഹത്വ ಬೇರೆ ഒരു ടൈമും കിട്ടുക സാധ്യയില്ല. മദീനത്ത് ഞാൻ ചെലവാക്കടങ്കത്തെ എല്ലാ ടൈമും നന്റെ ലദ്ദത്തിലെ സീസൺ ആയിട്ടിക്ക് നന്റെ രസ ആയിട്ടിക്കട ಅದನ್ನು ചെന്നിട്ടു മഹാന്മാർ പാടിയത് നമുക്ക് കാണുക സാധ്യമാവും. അത്രയും ബറക്കത്തുള്ളങ്കത്തെ സമൃദ്ധിയുള്ളങ്കത്തെ റായ ആയിട്ടിക്കട് മദീന. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുക ഭാഗ്യ കിട്ടിയങ്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മദീനത്തെ മണ്ണിടെ ഉൾഗ നബി തങ്ങളെ സ്വീകരിക്കുക, നബി തങ്ങൾക്ക് നബി തങ്ങളെ ദഫനാക്കുക ഭാഗ്യ കിട്ടിയങ്കത്തെ ഏറ്റവും പുണ്യമുള്ളങ്കത്തെ മദീന. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര സ്പർശായങ്കത്തെ ആ മണ്ണുകാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്വവും സ്ഥാനവുമുള്ള. അപ്പൊ മൊത്തത്തിൽ ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാഖ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാണ്ടായെങ്കിൽ ഈ ലോകമേ സിട്ടിക്കലന്തിട്ട് അള്ളാഹു ചെന്നോണ്ടുള്ള അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയും നബി തങ്ങൾക്ക് എല്ലാ രൂപത്തിലുള്ള പ്രൊട്ടക്ഷനും സംരക്ഷണവും കൊടുക്കുകയും ഭാഗ്യ കിട്ടിയെങ്കത്തെ ആ മദീന അന്ത്യനാൾ വരെ ആ മദീനത്തിന് ശ്രേഷ്ഠത ഉണ്ട്, മഹത്വമുണ്ട്. ആ മദീനത്തെ ആൾമാർക്കും മഹത്വമുണ്ട്. അതുകൊണ്ട് മദീനത്ത് കടക്കുമ്പോ ഇതെല്ലാം ഞങ്ങളെ മനസ്സ് ഓടി പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ലോകത്തെ മുസ്ലിമീങ്ങളെ മനസ്സിൽ പിന്നെ സിംഹാസനം കെട്ടി ദച്ചങ്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റായത്തുകാണ് നാണ് കടന്നുകൊണ്ടുള്ള ആ നബി തങ്ങളെ ഒട്ടിയുള്ള സ്നേഹവും ഹൈബത്തും മഹത്വവും കതിറും എല്ലാം ഞങ്ങളെ മനസ്സിക്ക് ബറുമ്പ നബി തങ്ങളൊട്ടിയുള്ള പിർസ ഞങ്ങളെ മനസ്സിൽ ഇങ്ങനെ യാറായിട്ട് ബണ്ട് നബി തങ്ങളെ മദീനത്തൊട്ടിയുള്ള പിർസവും യാറായി ബണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മദീനത്തൊട്ടിಗೆ ഞങ്ങൾക്ക് നല്ല സ്നേഹവും ബഹുമാനവും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.